സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ്. LDF-നും UDF-നും NDA-ക്കും അപരനില്ല. അൻവറിന് മാത്രമാണ് അപരനുള്ളത്. PV അൻവർ നൽകിയ 2 പത്രികകളിൽ ഒന്ന് തള്ളി. തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനായില്ല. രണ്ടാമത്തെ പത്രിക സ്വീകരിച്ചതിനാൽ സ്വതന്ത്രനായി ജനവിധി തേടാം. TMC ദേശീയ പാർട്ടി അല്ലാത്തതിനാൽ 10 പേർ ഒപ്പിടണം. അതുണ്ടാകാത്തതാണ് പ്രശ്നമായതെന്നാണ് വ്യക്തമാകുന്നത്. എന്നാൽ പുനഃപരിശോധന വേണമെന്ന നിലപാടിലാണ് അൻവർ. AITC കേരളത്തിൽ രജിസ്റ്റേർഡ് അല്ല. പക്ഷേ ത്രിപുരയിലും ആസാമിലും രജിസ്റ്റർ ചെയ്യാതെ തന്നെ AITCയുടെ നാഷണൽ കമ്മിറ്റിയുടെ കത്ത് പ്രകാരം അവിടെ ചിഹ്നം നൽകിയിട്ടുണ്ട്. അതൊരു ക്ലാരിഫിക്കേഷൻ വേണ്ട കാര്യമാണ്. അതിനിടെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ് ഇടത് വലത് NDA മുന്നണികൾ. സ്വന്തം നാടായ പോത്തുകലിൽ സ്വരാജ് എത്തി. പഠിച്ച സ്കൂളായ GLPS പുളപ്പാടത്തും സ്ഥാനാർത്ഥി വന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നിലമ്പൂരിൽ ജയിക്കുന്നതോടെ കേരളം LDF തുടർ ഭരണത്തിലേക്ക് എന്ന വ്യക്തമായ സന്ദേശം ഈ കേരളത്തിന് നൽകാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം UDF കൺവെൻഷന് പാണക്കാട് കുടുംബത്തിൽ നിന്നും ആരും എത്തിയില്ലെന്ന വാർത്തകൾ വന്നിരുന്നു. അതിനാൽ പാണക്കാട് കുടുംബാംഗവും ലീഗ് നേതാവുമായ അബ്ബാസ് അലി തങ്ങളെ എത്തിച്ച് ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണം കൊഴിപ്പിച്ചു. പിന്നെ നേരത്തെ ഡേറ്റുകൾ കൊടുത്താണ്. ഇന്ന് പ്രചരണ ജാഥക്ക് വരാം. ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും വളരെ സജീവമായി എല്ലാവരും ഉണ്ടാവും. ഇന്നലെ മുസ്ലിം ലീഗിന്റെ സമ്മന്നതരായ എല്ലാ നേതാക്കളും ആ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രധാന നേതാക്കളെ നേരിൽ കാണുന്ന തിരക്കിലായിരുന്നു NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്. നിലമ്പൂരിൽ അന്തിമ പോരാട്ട ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ 5 ഒരുപാട് അപ്രതീക്ഷിത നീക്കങ്ങൾ കണ്ട നിലമ്പൂരിൽ വീണ്ടും ട്വിസ്റ്റുകൾ ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. അൻവറിന്റെ നീക്കങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ച് പ്രചാരണ പ്രവർത്തനങ്ങളിൽ മുന്നേറുകയാണ് മുന്നണികൾ. ക്യാമറമാൻ സജികുമാറിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.